അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്ത് സബ് 4 ആയത്തുകൾ നാം ഇതുവരെ ഓതി മനസ്സിലാക്കി കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീന ഉലൈക ലഹും അദാബും മിർ റിജ്സിൻ അലീം. ഈ ആയത്തില് ആദ്യം ഫീ എന്നിടത്ത് മുൻഫസിലായി ഒരു മദ്ദുണ്ട്, നീട്ടി ഓതേണ്ടതുണ്ട്. ഉലായിക്ക എന്നിടത്ത് മുത്തസിലായ മദ്ദാണ്, നീട്ടി ഓതേണ്ടതുണ്ട്. അദാബും മിൻ, അവിടെ തൻവീനേഷം മീമ് വരുമ്പോൾ ഇദ്ഗാമുൻ ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദനം. മിർ റിജ്സിൻ, സുക്കൂനുള്ള നൂനേഷം റാവ് വന്നാൽ മണിക്കാൻ പാടില്ല. മിൻ എന്ന് ഉച്ചരിക്കാനും പാടില്ല. മിർരി എന്നാണ് ഓതേണ്ടത്. റിജിസിൻ ആ, അവിടെയും മണിക്കാതെ ഇൽഹാർ ചെയ്ത് ഓതേണ്ടതാണ്. വയറല്ലദീന ഊതുൽ ഇൽമല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ് വയഹ്ദീ ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ഉൻസില എന്നിടത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം സായ് വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. മറ്റൊന്ന് മിർ റബ്ബിക, മണിക്കാതിരിക്കേണ്ടുന്ന ഇദ്ഗാമും ബിലാ തന്നെയാണ്, മണിക്കാതെ ശദ്ദ് ചെയ്ത് ഓതേണ്ടുന്ന സ്ഥലമാണ്. മിറ സുക്കൂന് ഉള്ള നൂന് ഒരിക്കലും ഉച്ചരിക്കാൻ പാടില്ല. وقال الذين كفروا هل ندلكم على رجل ينبئكم. റജുലയ്യോ തൻവീനേഷം യാവ് വരുമ്പോൾ ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദനം. ഇദാ മുസ്സിഖതും കുല്ല മുമസ്സഖിൻ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്. ഇവിടെ മുസ്സിഖത്തും കു, അവിടെ മണിക്കാൻ പാടില്ല. മുമസ്സഖിൻ ഇ, അവിടെയും മണിക്കാൻ പാടില്ല. ലഫീ ഖൽഖിൻ ജ, അവിടെ ഇഖ്ഫാ ചെയ്തേണ്ട സ്ഥലമാണ്. അഥവാ തൻവീനേഷൻ ജീമ് വരുമ്പോ മറച്ചു മണിക്കണം എന്നാണ്. അഫ്തറ അലല്ലാഹി കദിബൻ അം ബിഹി ജിന്നഹ്. കദിബൻ ആ, അവിടെ ഇൽഹാർ ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. എന്നാൽ അംബി എന്നിടത്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ബലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഫിൽ അദാബി വദ്ദലാലിൽ ബഈദ്. അഫലം യറൗ ഇലാ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും മിനസ് സമാഇ വൽ അർദ് ഇൻ നശഅ നഖ്സിഫ് ബിഹിമുൽ അർദ ഔ നുസ്ഖിത് അലൈഹിം കിസഫം മിനസ് സമാഇ ഇന്ന ഫീ ദാലിക ലആയതൻ ലികുല്ലി അബ്ദിൻ മുനീബ്. ഈ ആയത്തിൽ ധാരാളം തജ്വീദ് ശ്രദ്ധിക്കേണ്ടുന്ന സ്ഥലങ്ങളുണ്ട്. ആദ്യം ഖൽഫഹും മിൻ, അവിടെ സുക്കൂനുള്ള മീമിനേഷം വീണ്ടും മീമ് വരുമ്പോൾ ശദ്ദ് ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ഇന്നശ, അവിടെയും മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. അതേപ്രകാരം തന്നെ അലൈഹിം കിസഫൻ, അവിടെ മണിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അവസാനമായി ആയത്തല്ലി, ആയത്തൻ എന്ന് വെളിവാക്കാതെ മണിക്കാതെ ശദ്ദ് ചെയ്ത് ഓതണം, മണിക്കാൻ പാടില്ല. അബ്ദിൻ മുനീബ്, അവിടെ ശദ്ദ് ചെയ്ത് മണിച്ചോദനം എന്നാണ്. കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന, മഗ്ഫിറത്ത് ലഭിക്കുന്ന, വിഭവങ്ങൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു സൂചനയാണ്.
അപ്പോ അതിനാണ് നാളെ പരലോകത്തവർ പുനരുദ്ധാനത്തിലേക്ക് എത്തിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം സത്യനിഷേധികളായ ആളുകളുടെ കുതന്ത്രങ്ങളെ സൂചിപ്പിക്കുകയാണ്. വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീന, വല്ലദീന ഒരു വിഭാഗം, സഅഉ അവർ പ്രയത്നിക്കുന്നു, പരിശ്രമിക്കുന്നു. നമ്മള് സഅയ് ചെയ്യാന്ന് പറയില്ലേ, തവാഫ് ചെയ്യാ, സഅയ് ചെയ്യാൻ, അഥവാ സഫയുടെയും മർവയുടെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, വളരെ വേഗത്തിൽ നടക്കുന്ന, അപ്പോ ആ പദം തന്നെയാണിത്. സഅഉ അവർ പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ കഠിന പ്രയത്നം നടത്തുന്നു. എന്തിന്? ഫി ആയാത്തിന മുആജിസീൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പരാജയപ്പെടുത്തുന്നവരായിട്ട്. അപ്പൊ പടച്ചോന്റെ ആയത്തിനെയും പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെയും പരാജയപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ആളുകൾ, ഉലൈക ലഹും അവർക്കുണ്ട് അദാബും മിർ റിജിസിൻ അലീം, വേദനയേറിയ കഠിനമായ ശിക്ഷ. അദാബ് അലീം, അദാബ് ശിക്ഷയാണ്. മിർ റിജിസിൻ എന്ന് പറഞ്ഞാൽ അതികഠിനമായ ദണ്ഡനങ്ങളുള്ള കടുത്ത യാതനയാകുന്ന വേദനയേറിയ ശിക്ഷ. അലീം വേദനയേറിയ എന്നാണ്. അപ്പോ ഇവിടെ അലീം എന്ന വാക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് ഹലീമ എന്നുള്ള പേരുണ്ട്, ഹലീമയാണത്, ഹാ ആണത്. അപ്പൊ എന്റെ നാട്ടിൽ ഒരാള് ഒരു തുണിക്കട തുടങ്ങി, അലീമ എന്ന് എഴുതി. അപ്പൊ അലീമ ടെക്സ്റ്റൈൽസ്. ഞാൻ പറഞ്ഞു ആ എന്ന് എഴുതരുത്, ഹ എഴുതണം. ഹ എഴുതും, മലയാളത്തിൽ ഹ ഉണ്ടല്ലോ, അത് പിന്നെ ഉച്ചരിക്കുമ്പോ ഹ ആയാലും അല്ലെങ്കിലും എന്തായാലും അലീമ എഴുതരുത്. കാരണം അത് വേദനയേറിയ, വേദനാജനകമായ എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പറയുമ്പോ പലരും അലീമ അലീമ എന്നാ പറയാ. അപ്പൊ അലീം എന്ന് പറഞ്ഞാൽ വേദനയേറിയ. ഹലീം എന്ന് പറഞ്ഞാല്, ഹലീമ എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള, അല്ലെങ്കിൽ അവധാനതയുള്ള എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, സഹനമുള്ള എന്നൊക്കെയാണ്. വയറല്ലദീന ഊത്തുൽ ഇൽമ, വയറല്ലദീന ഒരു വിഭാഗത്തെ നിനക്ക് കാണാം, അല്ലദീന ഊത്തുൽ ഇൽമ വിവരമുള്ളവർ, അറിവുള്ളവർ, അറിവ് നൽകപ്പെട്ടവരെ നിനക്ക് കാണാം. അല്ലദീ ഉൻസില ഇലൈക നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, മിർ റബ്ബിക നിന്റെ രക്ഷിതാവിങ്കലിൽ നിന്ന്, ഹുവൽ ഹഖ് അത് യാഥാർത്ഥ്യമാണ് എന്ന് അവർ കണ്ടറിയുന്നതാണ്. അപ്പൊ കുറച്ച് വിവരമുണ്ടെങ്കിൽ ഈ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്നവർ ബോധ്യപ്പെടും, അവർക്ക് മനസ്സിലാകും എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, വയഹ്ദി ഈ ഖുർആൻ വഴി നടത്തുന്നു, മാർഗദർശനം നടത്തുന്നു, ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് അത്യുന്നതനായ, പ്രതാപശാലിയായ, സ്തുത്യർഹനായ ഒരുവന്റെ വഴിയിലേക്ക്, പാതയിലേക്ക്. സിറാത്ത് വഴി, പാത അല്ലെങ്കിൽ പാലം എന്നൊക്കെ അർത്ഥമുണ്ട്. ഏതൊരു പടച്ചതമ്പുരാന്റെ വഴിയിലേക്കാണോ ഈ വേദഗ്രന്ഥം വഴി നടത്തുന്നത്, ആ വേദഗ്രന്ഥം ഹക്കാണ് എന്ന് വിവരമുള്ളവർ പറയുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഖുർആനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണിത്. ഒരു വിവരമില്ലാത്ത ഒരു ഖുർആനെ നിഷേധിക്കും. കാരണം ഖുർആൻ മനസ്സിലാക്കിയാലല്ലേ ഖുർആൻ എന്താണ് നിർവഹിക്കുന്ന ദൗത്യം എന്ന് മനസ്സിലാകുള്ളൂ. ഇത് അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഗ്രന്ഥാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, ഏതൊരു പ്രതാപശാലിയും ഏതൊരു സ്തുത്യർഹനുമായ പടച്ചവനുണ്ടോ ആ പടച്ചവന്റെ വഴിയിലേക്ക്, ആ വഴിയിലേക്കാണ് ഖുർആൻ നമ്മളെ വഴി നടത്തുന്നത്. ഖുർആൻ 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ എന്ന് പറഞ്ഞാണ്. ഖുർആൻ പദപ്രയോഗം നടത്തിയത് ഓരോന്നും വളരെ സൂക്ഷ്മമായ പദങ്ങൾ കൊണ്ടാണ്. കാരണം മനുഷ്യനെ നേർമാർഗത്തിലൂടെ നയിക്കുക എന്നുള്ളതാണ് ഖുർആന്റെ ലക്ഷ്യം. അല്ലാതെ ഒരുപാട് വിജ്ഞാനങ്ങൾ തരിക എന്നുള്ളതൊന്നും ഖുർആന്റെ ഉദ്ദേശമല്ല. ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന, ആത്മീയ ദാഹം ശമിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിങ്കിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ആ വഴിയിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോ നമ്മൾ നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ആ സിറാത്തിൽ അസീസിൽ ഹമീദായ, അല്ലെങ്കിൽ യഥാർത്ഥ വഴിയിലേക്ക് നമ്മളെ നടത്തേണ്ടത് ഖുർആനാണ്. എനിക്ക് ഖുർആനൊന്നും പഠിക്കണ്ട,
പക്ഷെ ഹിദായത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഹ്ദീബിഹി മയ്യശാ എന്ന് ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്. ഈ ഖുർആൻ കൊണ്ടാ ഹിദായത്ത് കിട്ടുക, ഖുർആൻ കൊണ്ടാ ഹിദായത്ത് കിട്ടുക, ഖുർആനുമായി ബന്ധപ്പെടുമ്പോഴാ ഹിദായത്ത് കിട്ടുക, ഖുർആനിലൂടെയാണ് നമുക്ക് ഹിദായത്ത് കിട്ടുക, ഖുർആനാണ് നമ്മളെ വഴി നടത്തേണ്ടത്. അപ്പൊ ഖുർആനൊന്നും എനിക്ക് പഠിക്കണ്ട, പക്ഷെ ഹിദായത്ത് കിട്ടണം എന്ന് പറയുന്നത് പൊട്ടത്തരമാണ്. അപ്പോ ഖുർആൻ തന്നെ പറയുന്നു, ഇതാ നിങ്ങളെ അസീസായ ഹമീദായ പടച്ചവന്റെ വഴിയിലേക്ക് വഴി നടത്തുന്ന ഒരു ഗ്രന്ഥമാണെന്ന് വിവരമുള്ളവർ അത് മനസ്സിലാക്കുന്നതാണ് എന്ന്. കാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയുന്നു, ഹൽ നദുല്ലുക്കും അലാ റജുൽ, ഒരു മനുഷ്യനെ പറ്റി അറിയിച്ചു തരട്ടെയോ, ഹൽ നദുല്ലുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്നാണ്. അവിടുത്തെ കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ പ്രവാചകനെ കളിയാക്കിയാണ്. അലാ റജുലിന്, ഒരു മനുഷ്യനെ പറ്റി അറിയിച്ചു തരട്ടെയോ, യുനബ്ബിയുക്കും, അയാൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉണർത്തുന്നു, പറഞ്ഞു തരുന്നു. എന്ത്? ഇദാ മുസ്സഖ്തും കുല്ല മുമസ്സഖ്. മസ്സഖ യമസുഖു എന്നൊക്കെ പറഞ്ഞാല് സമ്പൂർണമായി ഛിന്ന ഭിന്നമാക്കപ്പെടുക, നശിപ്പിക്കപ്പെടുക, പിച്ചും ചീതപ്പെടുക എന്നൊക്കെയാണ്. അപ്പൊ മനുഷ്യനെ അപ്പാടെ ഇല്ലാതാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നക്കും ലഫീ ഹൽക്കിൻ ജദീദ്, നിങ്ങൾ പുതിയ ഒരു സൃഷ്ടിയായി വരും എന്ന് പറയുന്ന ഒരാളെ പറ്റി കാണിച്ചു തരട്ടെ എന്നാണ്. റസൂലുള്ളാഹിനെ പരിഹസിക്കുകയാണ്. കടലിൽ എറിഞ്ഞ മത്സ്യങ്ങൾ മുഴുവൻ തിന്ന മനുഷ്യൻ, അല്ലെങ്കിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മരിച്ചുപോയ മനുഷ്യന്റെ എല്ലുകള്, വർഷങ്ങൾക്ക് മുമ്പേ എല്ലാം ദ്രവിച്ചുപോയ മനുഷ്യന്റെ കുഴിമാടങ്ങള്, ഇതൊക്കെ കാണിച്ചിട്ട് ഇവരൊക്കെ ഇനി വരുവോ, ഇവരൊക്കെ ഇനി രണ്ടാമത് ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ആളുകളോട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിൽ ഇത് ഉണ്ടാകാനുള്ളൊരു സംഗതി അള്ളാഹു ആദ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ? അത് എവിടെയും പോയിട്ടില്ല. അത് അള്ളാഹുവിന്റെ ഈ മഹാപ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്, എവിടെയും പോയില്ല. അത് വീണ്ടും ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് ഒരു പണിയില്ല എന്നാണ്. അപ്പോ ഇങ്ങനെ കളിയാക്കുന്ന ആളുകൾ അഫ്തറ അലല്ലാഹി കദിബ, അവിടെ അഫ്തറ എന്ന് തന്നെയാട്ടോ ഓതുക. നമ്മൾ ഓതുമ്പോ അഫ്തറ എന്ന് ഓതണമെന്നാണ്. അഫ്തറ അലല്ലാഹി കദിബൻ നംബിഹി ജിന്ന. അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ്, ഇയാൾക്ക് ഭ്രാന്താണോ, ഇയാൾ അള്ളാന്റെ മേലിൽ കളവ് പറയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇത് രണ്ടും വിലപ്പോവില്ല. കാരണം എന്ത് പറയണമെന്ന് അവർക്കറിയില്ല. ഒന്ന്, സത്യസന്ധനാണ്, ആള് കളവ് പറയാത്ത ആളാണ്, ജനങ്ങളിൽ സ്വീകാര്യനാണ്. അപ്പൊ ഇയാൾക്ക് ഭ്രാന്താന്ന് പറയാന്നാണ് ഒന്ന്. രണ്ട്, അള്ളാഹുവിനെ അവര് അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു ഒക്കെ ഉണ്ട്. പരലോകത്തിൽ അവർക്ക് അംഗീകാരമില്ല. പരലോകം എന്ന് പറയുന്നത് സങ്കല്പിക്കാനേ പറ്റൂല. ഒരു പുനർജന്മവും പരലോകവും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. കാരണം അങ്ങനെ ആകുമ്പോൾ നന്നായി ജീവിക്കണമല്ലോ. അപ്പൊ അള്ളാന്റെ മേലിൽ കളവ് പറയാണ് ആര്? മുഹമ്മദ് എന്നാണ് അവർ പറയുന്നത്. ഇത് രണ്ടാമത് പുനർജനിക്കുന്നൊക്കെ മുഹമ്മദ് വെറുതെ കളവ് പറയാണ്, ഇയാൾക്ക് ഭ്രാന്താണ്. രണ്ട് ആരോപണമാണ് ഈ ആയത്തിൽ ഉന്നയിക്കുന്നത്. അള്ളാഹ് പറയാണ്, വലില്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഫിൽ അദാബി വല്ലലാലിൽ ബഈദ്. രണ്ട് കാര്യമാണ് പരലോകത്തിൽ വിശ്വസിക്കാത്തവരെ പറ്റി ആയത്തിൽ പറയുന്നത്. ഒന്ന്, അവർ ശിക്ഷയിലാണ്. രണ്ട്, വളരെ വിദൂരമായ വഴിപിഴവിലാണ് എന്നാണ്. അള്ളാഹുവില് പരലോകത്തിലൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് ശിക്ഷ കിട്ടുമെന്നുള്ളതാണ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. പരലോകം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവർ വലിയ വഴികേടിലുമായിരിക്കുന്നതാണ്. ഇല്ല എന്ന് പറയാൻ എളുപ്പാ, പക്ഷെ ആലോചിച്ചോ, അങ്ങനെ ഒരു ലോകം അവിടെ ഉണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നാലോ? നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് മതത്തെയും ഖുർആനൊക്കെ നിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. അങ്ങനെ ഒരു ലോകം വന്നാൽ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. ഇവിടെ ഏതൊരു മനുഷ്യനും ജീവിക്കുന്നത് പോലെ നമുക്കൊക്കെ സൗകര്യപൂർവ്വം ജീവിക്കാം. എന്നാൽ പരലോകത്ത് ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത ഒരു ലോകത്ത് അതിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നവനും ഉണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനും ഇവിടെ ഒരുപോലെ ജീവിക്കുമ്പോൾ അവിടെ അങ്ങനല്ല. അവിടെ വിശ്വസിക്കുന്നവന് മാത്രമായിരിക്കും രക്ഷ. അതുകൊണ്ട് വലിയ വഴിപിഴവിൽ, അല്ലലാലിൽ ബഈദ് എന്ന് പറഞ്ഞാൽ വളരെ വിദൂരമായ വഴികേടിലായിരിക്കും അവൻ എന്നാണ്. അഫലം യറൗ, അവര് കാണുന്നില്ലേ, ഇലാ മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും. എന്ത്? മിനസ്സമാഇ വൽ അർള്, മനുഷ്യനൊന്ന് നോക്ക്, അവന്റെ മുകളിലും ഇടതും വലതൊക്കെ ആകാശാണ്, താഴെ ഭൂമിയാണ്. അള്ളാഹ് പറയാണ്, ഇതൊക്കെ ആരുടേതാ? അള്ളാഹിൻ്റെത്. ഇവൻ കൊണ്ടുവന്നൊന്നുമല്ലല്ലോ.
ഒരു നിഷേധിയും ഒരു ധിക്കാരിയും ഭൂമിയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ അള്ളാന്റെതാണ്. അള്ളാഹുവിന്റെ ആകാശവും ഭൂമിയും ഒക്കെയാണ്. ഇതൊന്നും ഈ വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ പടച്ചു വെച്ച അള്ളാഹു. ആ അള്ള പറയാണ്, ഇന്നശ നാം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നഖ്സിഫ് ബിഹിമുൽ അർള, ഭൂമിയിലേക്ക് ആ ആകാശത്തെ അവരിലേക്ക് വീഴ്ത്തുമായിരുന്നു. നഖ്സിഫ് ബിഹിം, അവരെ കൊണ്ട് ആഴ്ത്തപ്പെടുമായിരുന്നു. അൽ അർള്, ഭൂമിയിലേക്ക് അവരെ ആഴ്ത്തുമായിരുന്നു. ഔ നുസ്ഖിത് അലൈഹിം കിസഫം മിനസ്സമാ, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് അവരിലേക്ക് അതിന്റെ തുണ്ടങ്ങൾ, ആകാശത്തിൽ നിന്ന് താഴേക്ക് അതിന്റെ കഷണങ്ങൾ പതിക്കുന്ന രൂപത്തിലാക്കുമായിരുന്നു. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലികുല്ലി അബ്ദിൻ മുനീബ്, മനസ്സു മടങ്ങുന്ന, പശ്ചാത്തപിച്ചു മടങ്ങുന്ന എല്ലാ ദാസന്മാർക്കും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്നാണ്. എന്തുകൊണ്ട് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന ആളുകളെയും നിഷേധികളെയും ധിക്കാരികളെയും തെമ്മാടികളെയും പടച്ചവനെ അംഗീകരിക്കാത്തവരെയും ദീനനുസരിച്ച് ജീവിക്കാത്തവരൊക്കെ എന്തു ചെയ്യാം. അള്ളാഹ് അതൊന്നും ചെയ്യാത്തത് ഒന്നും മടങ്ങാൻ, മരിക്കുന്നത് വരെ മനുഷ്യന് സമയം കൊടുക്കാൻ. അബ്ദി മുനീബ് എന്ന് പറഞ്ഞാൽ, അനാബ എന്ന് പറഞ്ഞ മനസ്സ് ഭക്തിയോടെ മടങ്ങാന്നാണ്. അള്ളാഹുവിലേക്ക് തഖ്വയോടെ തിരിയുക, തൗബ ചെയ്ത് മടങ്ങുക. എന്തൊക്കെയായാലും പടച്ചോൻ, ഞാൻ എന്തെല്ലാം തിന്മകള്, തെറ്റുകള്, കുറ്റങ്ങള്, കളവ് പറയുന്നു, ചതിക്കുന്നു, വഞ്ചിക്കുന്നു, അപ്പപ്പോ അള്ളാഹു ഒരിക്കലും ശിക്ഷ തരുന്നില്ലല്ലോ. ആ ഒരർത്ഥത്തിൽ അബ്ദും മുനീബിന് ഇതിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ, പടച്ചോൻ അപ്പപ്പോൾ ശിക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹ് എന്തൊരു റഹീമാണ്, എന്തൊരു കാരുണ്യവാനാണ്, അള്ളാഹു എത്രത്തോളം പൊറുക്കുന്നവനാണ്, എത്രത്തോളം ക്ഷമിക്കുന്നവനാണ്. പക്ഷെ ഇതൊന്നും പരലോകത്ത് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കർമ്മങ്ങളെ അപ്പപ്പോൾ ശിക്ഷ നൽകാതെ അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനുള്ള സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരുന്നത് പോലും അള്ളാഹുവിന്റെ അനുഗ്രഹമായി മനസ്സിലാക്കിയാൽ നമ്മൾ സ്വയമേവ മടങ്ങും, ഹൃദയം കൊണ്ട് മടങ്ങും, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യും. പാപങ്ങൾ അള്ളാഹു പുറത്തു തരണേ എന്ന് പാതിരാ നേരങ്ങളിൽ നമ്മൾ പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു നമ്മള് എന്തൊക്കെ തോന്നിയാസം ചെയ്താലും ഒന്നും വരുന്നില്ലല്ലോ ചിന്തിക്കണ്ട എന്നാണ് അള്ളാഹിന്റെ മുന്നറിയിപ്പ്. അപ്പൊ വരുന്ന ആ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് മടങ്ങുവാനും തൗബ ചെയ്യുവാനും ഒക്കെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവനിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.